സുബൈദ കോമ്പിൽ രചിച്ച കള്ളൻ്റെ മകൾ, കുരുടിപ്രാവ് എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം ഉളിയിൽ വെളിച്ചം ലൈബ്രറി ഹാളിൽ വെച്ച് നടന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ സാഹിത്യ സമാജത്തിന്റെ പരിപാടികൾക്ക് വീട്ടുകാരെ എഴുതി തന്ന് കാണാതെ പഠിച്ച് നടത്തിയ പ്രസംഗത്തിലെ വായനാശീലത്തെ കുറിച്ചുള്ള പ്രസംഗത്തിലെ ആദ്യത്തെ വാക്ക് റീഡിംഗ് മേക്സ് എ മാൻ ഫുൾ. വായന ഒരു വ്യക്തിയെ ജ്ഞാന സമ്പുഷ്ടയാക്കുന്നു എന്ന വാക്കുകൾ തന്നെയായി. പിന്നീട് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വന്നപ്പോൾ വായനയെ കുറിച്ച് പഠിച്ച ഒരു ഗദ്യ ഭാഗം, നല്ല പുസ്തകങ്ങളുള്ള ഒരു ഗ്രന്ഥാലയത്തെ വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുള്ള ഒരു സർവകലാശാലയോട് ഉപമിക്കാം എന്ന് പഠിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. വായനയാണ് ഏറ്റവും അറിവ് സമ്പാദനത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രക്രിയ ഘടകം. ഞാൻ നിയമസഭയിൽ കഴിഞ്ഞ തവണ എന്റെ സീറ്റ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഞാനും രണ്ടാളുകൾ ഇരിക്കുന്ന സീറ്റ് ഞങ്ങൾ രണ്ടുപേരുമായി. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സജീവമായിട്ട് നിയമസഭയിൽ ഇടപെടുന്ന ഒരു നിയമസഭാ സാമാജികനായിരുന്നു. പക്ഷേ അദ്ദേഹം എപ്പോഴും നിയമസഭയിൽ വരുന്നത് അദ്ദേഹത്തിന്റെ ബാഗിൽ നിയമസഭയിലെ ഫയലുകളും കുറിപ്പുകളും അല്ലാതെ 2 പുസ്തകങ്ങൾ, ഒരു ഇംഗ്ലീഷ് പുസ്തകവും ഒരു മലയാള പുസ്തകവും അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു. ചെറുകഥാകൃത്ത് KT ബാബുരാജ്, മൊയ്തീൻകുട്ടി പൂമരം എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത അധ്യക്ഷത വഹിച്ചു. A മൊയ്തീൻ മാസ്റ്റർ പുസ്തക പരിചയം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ PP ഉസ്മാൻ, പ്രദീപൻ തായാട്ട്, കാസിം V ഇരിക്കൂർ, CK ജബ്ബാർ, CM ബഷീർ, PC മുനീർ മാസ്റ്റർ, നഗരസഭാ കൗൺസിലർ കോമ്പിൽ അബ്ദുൽ ഖാദർ, സുബൈദ കോമ്പിൽ, റഷാന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.